നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് വേളയിൽ സംസ്ഥാനത്താകെ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ പലരും ആശങ്ക പ്രകടിപ്പിച്ചപ്പോഴും KPCC അധ്യക്ഷൻ കെ സുധാകരൻ അതിലൊട്ടും ആശങ്ക കാട്ടിയിരുന്നില്ല. മത്സര രംഗത്ത് താനില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറിയ സുധാകരനെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടാണ് തിരിച്ചെത്തിച്ചത്. ആ സുധാകരനാണ് ഇന്ന് കണ്ണൂരിൽ 1 ലക്ഷത്തിലധികം വോട്ട് കണ്ട ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചിരിക്കുന്നത്. സുധാകരൻ സ്ഥാനാർത്ഥിത്വം മുതൽ അദ്ദേഹത്തിനെ പഴിച്ചുകൊണ്ടിരുന്ന ഇടക്കാലത്ത് ഉയർന്നു വന്ന വിവാദങ്ങളിൽ അദ്ദേഹത്തിന്റെ എതിർപക്ഷത്ത് നിന്നവർ പലരും ഇന്ന് അദ്ദേഹത്തിന്റെ കുതിപ്പിൽ അമ്പരന്ന് നിൽക്കുകയാണ്. എങ്കിലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തോടുകൂടി പാർലമെന്റിനെ പടി ചവിട്ടാനുള്ള ഭാഗ്യമാണ് സുധാകരന് കൈവന്നിരിക്കുന്നത്. തുടക്കത്തിൽ മത്സരിക്കാൻ കൂട്ടാക്കാതിരുന്ന കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ചർച്ചകൾക്കൊടുവിൽ കൂട്ടാലോചനകൾക്ക് ശേഷമായിരുന്നു ഒടുവിൽ കണ്ണൂർ മത്സരിക്കാനും KPCC അധ്യക്ഷ സ്ഥാനം തുടർന്ന് വഹിച്ചുകൊള്ളാനും സുധാകരനോട് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുന്നത്. എന്നാൽ പുറമേ ഉള്ളതിനേക്കാൾ കൂടുതൽ ശത്രുക്കൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടെന്ന് തന്നെ വ്യക്തമായ തിരിച്ചറിവിലോടുകൂടെ മുന്നോട്ട് പോയ സുധാകരൻ കരുതലോടുകൂടിയാണ് പിന്നീട് നീങ്ങിയത്. ജില്ലയിൽ സുധാകരനോടുള്ള മോശം ഇമേജ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നായിരുന്നു ഒരു വിഭാഗം നേതാക്കളുടെ ആശങ്ക. പ്രതിപക്ഷ നേതാവിനെ പരസ്യമായി തെരഞ്ഞു പറഞ്ഞു എന്ന ആരോപണം ഉൾപ്പെടെ ഉയർന്നു വന്നെങ്കിലും അതെല്ലാം രാഘവത്തോടുകൂടി എടുക്കാൻ സുധാകരൻ കൂട്ടാക്കിയില്ല. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതുപോലെ മികച്ച വിജയം സ്വന്തമാക്കുക എന്നായിരുന്നു KPCC അധ്യക്ഷൻ എന്ന നിലയിൽ സുധാകരന്റെ മുഖ്യ ചുമതല. എന്നാൽ അതിനിടയിൽ സ്വന്തം മണ്ഡലത്തിലെയും അദ്ദേഹത്തിന് പരിഹരിക്കേണ്ട സാഹചര്യം വന്നിരുന്നു. എന്നാൽ സംഘടനാ തലത്തിൽ എന്നും വെച്ച് പുലർത്തിയ കണിശത കൊണ്ട് അണികളെ നിലയ്ക്ക് നിർത്തിയ സുധാകരൻ കണ്ണൂരിൽ മികച്ച പ്രചാരണം തന്നെയാണ് നടത്തിയത്. മണ്ഡലത്തിലെ ഇടത് ശക്തി കേന്ദ്രങ്ങളുടെ സ്വാധീനവും സ്ഥാനാർത്ഥിക്കായി MP ജയരാജന്റെ കടന്നുവരവും ചില്ലറ വെല്ലുവിളി ആയിരുന്നില്ല ഇത്തവണ സുധാകരന് മുന്നിൽ ഉണ്ടാക്കിയത്. എന്നാൽ KPCC അധ്യക്ഷനെ ജയിപ്പിക്കുക എന്ന ലക്ഷ്യം അണികളുടെ കൂടെ ഏറ്റെടുത്തതോടുകൂടിയാണ് പ്രചാരണം കളറായത്. എന്നാൽ മറ്റൊരു വെല്ലുവിളി കൂടി സുധാകരനുണ്ടായിരുന്നു. നേരത്തെ കോൺഗ്രസിൽ പ്രവർത്തിച്ച C രഘുനാഥിന്റെ വരവാണ് അദ്ദേഹത്തിനെ കുഴക്കിയത്. UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വോട്ടുകൾ അദ്ദേഹം പിടിക്കുമെന്ന ആശങ്ക തുടക്കത്തിലുണ്ടായിരുന്നു. NDA സ്ഥാനാർത്ഥിയായ രഘുനാഥ് മത്സരിക്കുമ്പോൾ അത് CPM പ്രചാരണം ആയുധമാക്കുമെന്ന് കോൺഗ്രസിന് ഉറപ്പായിരുന്നു. എന്നാൽ പ്രതികൂല ഘടകങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് സുധാകരൻ ഒടുവിൽ തന്നെ മണ്ഡലത്തിൽ ജയിച്ചു കയറിയത്. അത് വമ്പൻ ഭൂരിപക്ഷത്തിലാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. കണ്ണൂർ ഉൾപ്പെടെ UDF നേടിയ 18 സീറ്റുകളുടെയും ക്രെഡിറ്റ് സുധാകരനെ തേടിയെത്തിയെന്നുള്ളതാണ് സൂചന. വിജയവും UDFന്റെ മുന്നേറ്റം ശക്തമാക്കുന്നുണ്ട്. പിണറായി വിജയന്റെ അടക്കം ബൂത്തുകളിലെ വോട്ടുകൾ സുധാകരന് വലിയ രീതിയിൽ ലഭിച്ചിട്ടുണ്ടെന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്.